മക്കളെ, എല്ലാവർക്കും ബിനസ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും പ്രാക്ടിക്കൽസിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ജാനുവരി 22 ഓൺവേർഡ്സ് നിങ്ങളുടെ ക്ലാസ് സ്കൂളുകളിലെല്ലാം പ്രാക്ടിക്കൽസിന്റെ ഡേറ്റ് വന്നു. ചില കുട്ടികൾക്കെല്ലാം കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രാക്ടിക്കൽസ് ഇന്ന് തുടങ്ങുന്നുണ്ട്, ചില കുട്ടികൾക്ക് നാളെയാണ്. ഓരോരുത്തർക്കും ഓരോ ദിവസമാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാം എന്നാണെന്നുള്ളതിന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കമന്റ്സിൽ ചോദിച്ച കുറച്ച് പ്രോഗ്രാംസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, 22 മുൻപ് എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മാക്സിമം 1 or 2 വീഡിയോസ് മാത്രമേ, അല്ലെങ്കിൽ 1 or 2 പ്രോഗ്രാംസ് മാത്രമേ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചുള്ളൂ. ഇൻ കേസ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലും എക്സാം ഉള്ള കുട്ടികൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന് മുൻപ് എല്ലാ പ്രോഗ്രാംസും ഒന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ട്യൂഷൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോർട്ടിംഗ് ഓഫ് അറേ എന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു അറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികളുടെ ഹൈറ്റ്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം ലാർജസ്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ആ ഒരു പ്രോഗ്രാം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ് കാണുക. കാരണം ആ ഒരു ക്ലാസ്സിൽ അറേയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് ഒരു കമ്പാരിസൺ നടത്തി ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ അറേയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയൽ എഴുതുന്നു, #include iostream, then using namespace std semicolon. പിന്നീട് മെയിൻ ഫംഗ്ഷൻ ആണ് ഇൻഡ് മെയിൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഹൈറ്റ്സ് ഓഫ് 20 എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. പിന്നീട് i, j, n, temp ഈ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. നമ്മുടെ ഐട്രേഷന് വേണ്ടിയിട്ടുള്ള വേരിയബിൾസ് ആണ്. ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യണം. അതിന് വേണ്ടി cout enter the number of students /n. എന്തിനാ ഈ /n യൂസ് ചെയ്തത്? നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു നെക്സ്റ്റ് ലൈനിലൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ cin. അതായത് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് 5 എന്ന വാല്യൂ ആണെങ്കിൽ 5 സൈസ് ആയിട്ട് വരുന്ന ഒരു അറേ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ഹൈറ്റ്സ് ഓഫ് 20 എന്ന് പറയുന്ന 20 സൈസ് ആയിട്ടുള്ള അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് 5 ആണെങ്കിൽ 5 സൈസ് വരുന്ന 0 തുടങ്ങി 4 വരെയുള്ള പൊസിഷനിലായിരിക്കും വാല്യൂസ് എൻ്റർ ആവുന്നത്. ദെൻ ഇൻപുട്ട് ഹൈറ്റ്സ് ഓഫ് സ്റ്റുഡൻസ്, എത്രയാണോ നിങ്ങൾ എൻ്റർ ചെയ്തത് അത്രയും ടൈംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേയിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഫോർ i = 0, i less than n, i++. അറേയിലേക്ക് വാല്യൂസ് എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. കഴിഞ്ഞ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. i = 0 to n വരെ. ദെൻ i = 0, i less than n, i++, cout student i+1, cin heights of i. അപ്പോൾ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും അറേയുടെ ഓരോ പൊസിഷനിലേക്കും സ്റ്റുഡൻസിന്റെ ഹൈറ്റ്സ് എൻ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ബബിൾ സോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ അറേയിലെ വാല്യൂസ് അസെൻഡിങ് ഓർഡറിലാക്കി വെക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ i = 0, i less than n, i++. അതിൻ്റെ അകത്തായിട്ട് വീണ്ടും മറ്റൊരു ഫോർ ലൂപ്പ് j = i+1, j less than n, j++. പിന്നീട് നമ്മൾ കമ്പാരിസൺ ഓപ്പറേഷൻ ആണ് നടത്തുന്നത്. ഹൈറ്റ്സ് ഓഫ് i ഗ്രേറ്റർ ദാൻ ഹൈറ്റ്സ് ഓഫ് j ആണെങ്കിൽ അറേയിലുള്ള രണ്ട് വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യും. ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കൊണ്ടുപോയിടും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു അറേയുടെ ഓപ്പറേഷൻ നടക്കുന്നത്. ഈ ഒരു ലൂപ്പ് കഴിയുന്നതോടുകൂടി നമ്മുടെ ഓരോ പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് കഴിയുന്തോറും നമ്മുടെ അറേയിലെ വാല്യൂസ് അസെൻഡിങ് ഓർഡറിലായിട്ട് വരുന്നതാണ്. ഫൈനലി നമുക്ക് ഹൈറ്റ്സ് ഓഫ് i എന്ന് പറയുന്ന നമ്മുടെ അറേയിൽ അസെൻഡിങ് ഓർഡറിലായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ സോർട്ടഡ് ഹൈറ്റ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് cout the sorted heights. നമുക്കറിയാം അറേയിലെ വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നതിന് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. അതുകൊണ്ട് ഫോർ i = 0, i less than n, i++, cout heights of i/n. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രോഗ്രാം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ബബിൾ സോർട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ലോജിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബബിൾ സോർട്ടിന്റെ നമ്മുടെ പ്രോഗ്രാം അല്ലെ, i = 0. ഇനി ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു 5 സൈസ് വരുന്ന ഒരു അറേ ആണ് നിങ്ങൾ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. n = 5 ആണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ അവിടെ 5 സൈസ് വരുന്ന അറേയിലേക്ക് വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇവിടെ 0, 1, 2, 3, 4 പൊസിഷനിലായിട്ടായിരിക്കും നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അതായത് 0th പൊസിഷനിൽ 160 ഈ ഒരു രീതിയിൽ നിങ്ങൾ വാല്യൂസ് എൻ്റർ ചെയ്തു. ആദ്യം തന്നെ എന്താ ചെക്ക് ചെയ്യണേ, i = 0 ആണെന്ന് നോക്കും. i = 0 ആണ്. i = 0 ആണെങ്കിൽ അടുത്തത് എന്താ ചെയ്യുന്നത്,
ഫോർ ജെ ഈക്വൽ ടു ഐ പ്ലസ് വൺ. ജെയുടെ വാല്യൂ എന്താ? ഐ പ്ലസ് വൺ. അതായത് ഇതാണ് നമ്മുടെ ഔട്ടർ ലൂപ്പ്. ഇന്നർ ലൂപ്പിൽ വരുന്നത് എന്താ? 0+1. 0+1 എന്ന് പറയുമ്പോൾ 1. ഹൈറ്റ്സ് ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഹൈറ്റ്സ് ഓഫ് ജെ ആണോ എന്നാണ് നോക്കുന്നത് അല്ലെ. ഹൈറ്റ്സ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താ? 0th പൊസിഷനിലുള്ള വാല്യൂ. 0th പൊസിഷനിലുള്ള വാല്യൂ എന്താ? 160. ദെൻ ഹൈറ്റ്സ് ഓഫ് ജെ എന്ന് പറയുന്നത് എന്താ? ജെയുടെ വാല്യൂ എന്താ? 1. 160 150 തമ്മിൽ തൊട്ടടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ലൂപ്പില് ഇവിടെ 0 ഇവിടെ i+1 വന്നതെന്ന് മനസ്സിലായല്ലോ. 0 എന്ന് പറയുന്ന ഔട്ടർ ലൂപ്പാണ്, ജെ എന്ന് പറയുന്ന നമ്മുടെ ഇന്നർ ലൂപ്പാണ്. സെക്കൻഡ് വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് പൊസിഷൻ ആണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ജെ ഈക്വൽ ടു i+1 എന്ന് വന്നത്. ഇത്തരം ക്ലിയർ ആയല്ലോ. ദെൻ ഇഫ് 160 ഗ്രേറ്റർ ദാൻ 150, 160 ഗ്രേറ്റർ ദാൻ 150 ആണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എലമെന്റ്സ് തമ്മിൽ സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ. ക്ലിയർ ആണല്ലോ. അതായത് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 160യുടെ വാല്യൂ നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിനുശേഷം ഹൈറ്റ്സ് ഓഫ് ഐയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ ഹൈറ്റ്സ് ഓഫ് ഐയിലേക്ക് ഹൈറ്റ്സ് ഓഫ് ജെയുടെ വാല്യൂ എടുത്തു വെക്കും. അതായത് 150 എന്ന വാല്യൂ ഹൈറ്റ്സ് ഓഫ് ഐയിലേക്ക് എടുത്തു വെക്കും. പിന്നീട് എന്ത് ചെയ്യും? ഹൈറ്റ്സ് ഓഫ് ജെയിലേക്ക് ടെമ്പിലെ വാല്യൂ എടുത്തു വെക്കും. ഇത് ക്ലിയർ ആണല്ലോ. സ്വാപ്പ് ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാലോ. അതായത് ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യും. കാരണം 150 ആണ് ഇവിടെ സ്മോളർ വാല്യൂ. അപ്പോൾ സ്മോളർ വാല്യൂവിനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഗ്രേറ്റർ വാല്യൂവിനെ, ലാർജർ വാല്യൂവിനെ സെക്കൻഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരും. ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞല്ലോ. അടുത്തതായിട്ട് ഇവിടെ ഐയുടെ വാല്യൂ സെയിം തന്നെയാണ്, 0 തന്നെയാണ്. പക്ഷെ ജെയുടെ വാല്യൂ എന്താ? ജെയുടെ വാല്യൂ 2 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. അതായത് ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ ഈ 160 ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന വാല്യൂസിനെ ഈ അറയിലെ എല്ലാ പൊസിഷനിലും വാല്യൂ വെച്ച് കമ്പയർ ചെയ്യും. ഈ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജെ ഈക്വൽ ടു 2 ആയപ്പോൾ പൊസിഷൻ എന്താ? 170 ആണ് നമുക്ക് ലഭിച്ച വാല്യൂ. അപ്പോൾ വീണ്ടും എന്ത് ചുറ്റും? 150യെ 170 വെച്ച് കമ്പയർ ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് 150 വന്നതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഐയുടെ 0th പൊസിഷനിൽ 150 ആയിട്ട് മാറി. അപ്പോൾ ഈ 150യും 170യും തമ്മിലാണ് ഇവിടെ കമ്പാരിസൺ നടത്തുന്നത്. 150 ഗ്രേറ്റർ ദാൻ 170 ആണോ? അല്ല. നമ്മുടെ കണ്ടീഷൻ ട്രൂ അല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ സ്വാപ്പ് ഓപ്പറേഷൻ ഒന്നും നടക്കുന്നില്ല. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ എന്താ? തൊട്ടടുത്ത ഇറ്ററേഷനിലേക്ക് വരുമ്പോൾ ജെയുടെ വാല്യൂ 3 ആകും അല്ലെ. ജെയുടെ വാല്യൂ 3 ആകുമ്പോൾ 155 ആണ്. വീണ്ടും കമ്പാരിസൺ നടത്തും. 155 ഗ്രേറ്റർ ദാൻ 155 ആണോ? അല്ല. ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ അവിടെ സ്വാപ്പിംഗ് ഒന്നും നടക്കുന്നില്ല. വീണ്ടും അടുത്ത ഇറ്ററേഷനിലേക്ക് പോകുമ്പോൾ ജെയുടെ വാല്യൂ എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. ജെയുടെ വാല്യൂ 4 ആകുമ്പോൾ 150 ഗ്രേറ്റർ ദാൻ 165 ആണോ എന്ന് നോക്കും. അപ്പോൾ അവിടെയും കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓപ്പറേഷൻ സ്വാപ്പിംഗ് ഒന്നും നടക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതാണ് നമ്മുടെ ഫോർ ലൂപ്പ്, ഇതാണ് നമ്മുടെ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത്. ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ജെയുടെ വാല്യൂ എന്താവുന്നു? 1 2 3 4. അതായത് ഐയുടെ വാല്യൂ 0യിൽ നിന്ന് 1 2 3 4 എന്ന പൊസിഷനിലേക്ക് ജെയുടെ വാല്യൂ മാറും. ഈ 0th പൊസിഷനിലുള്ള വാല്യൂ വെച്ച് 1 2 3 4 പൊസിഷനിലുള്ള വാല്യൂസിനെ കമ്പയർ ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം വന്നത് അല്ലെ. ഇനി ഈ ഒരു ലൂപ്പിന്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ജെയുടെ വാല്യൂ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഔട്ടർ ലൂപ്പിലേക്ക് പോകും. ഔട്ടർ ലൂപ്പിൽ ഐയുടെ വാല്യൂ 0യിൽ നിന്ന് 1 ആയിട്ട് മാറും. വീണ്ടും എന്ത് ചെയ്യും? 1 എന്ന് പറയുന്ന വാല്യൂവും നമ്മുടെ ജെയുടെ വാല്യൂ 2 3 4 ആവും. അതായത് സെക്കൻഡ് പൊസിഷനും മറ്റു പൊസിഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ അറേയുടെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ അറേ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴേക്കും എന്താ ചെയ്യുന്നത്? 160യെയും 170യെയും തമ്മിൽ കമ്പയർ ചെയ്യും. മനസ്സിലായാലും ഞാൻ ഓരോ ലൂപ്പിന്റെ എക്സിക്യൂഷൻ എഴുതുന്നില്ല. നിങ്ങൾ തനിയെ ഒരു പേപ്പറിൽ തനിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 160യും 170യും തമ്മിൽ കമ്പയർ ചെയ്തു. 160യും 170യും തമ്മിൽ കമ്പയർ ചെയ്തു. അപ്പോൾ ഇവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ സ്വാപ്പിംഗ് അവിടെ നടക്കുന്നില്ല. വീണ്ടും എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് പൊസിഷനിലുള്ള 160യും 155യും തമ്മിൽ കമ്പയർ ചെയ്യുന്നു അല്ലെ. കമ്പയർ 160 ആൻഡ് 155. അപ്പോൾ ഇവിടെ 160 ഗ്രേറ്റർ ദാൻ 155 ആണ്. അപ്പോൾ അവിടെ സ്വാപ്പിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മുടെ അറേ വീണ്ടും മാറി ഈ ഒരു രീതിയിലേക്കായിട്ട് വരും അല്ലെ. 160യും 150യും തമ്മിൽ സ്വാപ്പ് ചെയ്തു. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 155 ആണ് ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ. ഈ 155നെയും തൊട്ടടുത്ത പൊസിഷൻ വരുന്ന 4th പൊസിഷനിൽ വരുന്ന വാല്യൂവും തമ്മിൽ കമ്പാരിസൺ നടത്തും. അതായത് കമ്പയർ 155 ആൻഡ് 165. ഇവിടെ ചേഞ്ച് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയും സ്വാപ്പിംഗ് ഒന്നും നടക്കുന്നില്ല. ക്ലിയർ ആയാലോ. ഇനി അടുത്ത കേസ് വരുമ്പോഴേക്കും എന്താ? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആയി. നമ്മൾ ഔട്ടർ ലൂപ്പിലേക്ക് എത്തിയാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആയി. 2 ആവുമ്പോൾ ജെയുടെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? 3യും 4ഉം.
ഇനി അടുത്ത 2 സ്റ്റെപ്പുകളിലായിട്ട് നമ്മൾ ചെയ്യുന്നത് 170യെ 160 വെച്ച് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കമ്പയർ 170 ആൻഡ് 160. ഇവിടെ 170 ഗ്രേറ്റർ ദാൻ 160 ആണ്. അപ്പോൾ സ്വാപ്പിംഗ് ഓപ്പറേഷൻ നടക്കും. ചെറിയ വാല്യൂവിനെ നമ്മൾ തൊട്ടടുത്ത പൊസിഷനിലേക്ക് ഇടും അല്ലേ. അതായത് ഈ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മുടെ അറേയുടെ പൊസിഷൻ ഇങ്ങനെയാണ്. 170 എന്ന വാല്യൂ തേർഡ് പൊസിഷനിലേക്കും 160 സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് 160 165 തമ്മിൽ കമ്പാരിസൺ നടത്തുന്നു. അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല, നോ സ്വാപ്പ് ആണ് നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാലോ, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആയിട്ട് മാറും, ജെയുടെ വാല്യൂ ഇപ്പോൾ 4 ആയിട്ട് വരുന്നു. ഇവിടെ 170യും 165 തമ്മിലാണ് കമ്പാരിസൺ നടത്തുന്നത്. കമ്പയർ 170 ആൻഡ് 165. 170 ഗ്രേറ്റർ ദാൻ 165 ആണ്. അപ്പോൾ സ്വാപ്പിംഗ് ഓപ്പറേഷൻ നടക്കും. സോ ഈ ഒരു ഓപ്പറേഷൻ കഴിയുന്നതോടുകൂടി നമ്മുടെ അറേയിലെ വാല്യൂസ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ. 150 155 160 165 170. അപ്പോൾ നമ്മുടെ അറേ സോർട്ടഡ് ഓർഡറിലേക്ക് വന്നു. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിശ്വസിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ 1-2 പ്രാവശ്യം വീണ്ടും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആ ലോജിക്ക് ക്ലിയർ ആവും. അതുപോലെ തന്നെ നിങ്ങൾ ചുമ്മാ കണ്ടു പോകാതെ എങ്ങനെയാണ് വാല്യൂസ് വരുന്നതെന്ന് നിങ്ങളൊരു പേപ്പർ പെൻ ഉപയോഗിച്ച് ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ തനിയെ വേറെ നമ്പേഴ്സ് ഇട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ലൂപ്പ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പഠിക്കുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇത് മാറിപ്പോകത്തില്ല, ഷുവർ. അപ്പോൾ ഇനി ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ റെക്കോർഡ്സിലൊക്കെ ചെയ്ത് കാണും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വേണം, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനോടൊപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ വർക്ക്ഷീറ്റ് കൂടി, അതായത് എങ്ങനെയാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ലോജിക്ക് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളത് കമൻറ്റ് കൂടി ചെയ്യുക. കാരണം ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മിസ്സിനോട് പറയില്ലേ, ഇത് മനസ്സിലായില്ല, ഈ ഒരു രീതിയിൽ ക്ലാസ് എടുത്ത് കുറച്ചുകൂടി ക്ലിയർ ആകണം. നിങ്ങളുടെ കമൻസും ലൈക്സും ഷെയറൊക്കെയാണ് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം നൽകുന്നത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം ഒരുപാട് പേര് ചാനൽ കാണുന്നുണ്ട്, നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.